cinturita la culpable. Ay, báilame, cerquita, báilame. Tremenda gozadera que no acabe. Ay. Vámonos toda la noche, que esta aventura comience. Sudando tu cuerpo, temperatura caliente. La rumba ya empieza, baila hasta que salga el sol. La música suena, perdemos el control. A la medianoche entramos en la calentura. Nos fugamos en el coche y se socorro. ഹലോ ആഷ്ലി, ഓഫീസിലേക്ക് വരുന്നില്ലേ? ഞാൻ വരുന്നുണ്ട്. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വരാം. വേഗം വരണേ. ഓക്കെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേസായിരിക്കണം എൻ്റെ ആദ്യത്തെ കേസ് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 98 കേസും ഞാൻ ഒഴിവാക്കി. അഡ്വക്കേറ്റ് വിനു ജനാർദ്ദനൻ BA LLB ഗോൾഡ് മെഡലിസ്റ്റ്. വെറുതെ പറഞ്ഞുള്ളൂ. അല്ല, ഞാനും എൻ്റെ അയൽവാസിയുമായിട്ടുള്ള കേസ് എങ്ങനെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേസാണ്? ഡൗട്ട്സ് വക്കീല് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടനും അയൽവാസി ഈ സമൂഹത്തിലുള്ള ആളുകള്, ഈ കേസ് വായിക്കുന്നത് ഞാൻ ഈ സമൂഹത്തിലുള്ള ആള്, ഇതപ്പോ ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ സമൂഹത്തിലുള്ള ആളുകള്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേസാവുമല്ലോ. നമുക്കൊരു IPC 420 മൂവ് ചെയ്യാം. നമുക്കൊരു ചിക്കൻ 65 ഓർഡർ ചെയ്യാലോ. ചിക്കൻ 65 ഓർഡർ ചെയ്യാം. എന്തുവാണ് ചേട്ടാ, ഇവിടെ ശ്രദ്ധിക്ക്. 65 ഒക്കെ നമുക്ക് കേസ് ജയിച്ചിട്ട് കഴിക്കാം. നമുക്കൊരു 420 പിടിക്കാം IPC. അല്ല, ഈ 420 എന്ന് പറയുമ്പം സെക്ഷൻ 420 ഡീൽസ് വിത്ത് ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിങ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി എന്നല്ലേ? ആ, അപ്പോൾ ഇതിന് IPC 451 ട്രസ്പാസ് കേസും പിന്നെ ഒരു സിവിൽ കേസും കൂടെ മൂവ് ചെയ്താൽ പോരെ? മതി, അത് മതി. ശരിക്കും ഞാൻ അതിലൊക്കെ വരുന്നത്. സിവിൽ കേസ് മൂവ് ചെയ്യാം. അതിപ്പോ അത് കറക്റ്റാണ്. ചേട്ടൻ ഇതിനെ പറ്റിയൊക്കെ നല്ലൊരു ധാരണ ഉണ്ടല്ലേ? അത്യാവശ്യം. പിന്നെ ഇത് സ്വന്തം ഒരു വാദിക്കാത്ത. അല്ല, ഒരു വക്കീലുണ്ടെങ്കിൽ, നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഒരു ബലാണ്. അതിനിപ്പം ആരാണെന്നാ നമുക്കിപ്പോ ഒരു വക്കീലേ ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ കേസേ നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ ഞങ്ങളിതിപ്പോ പറഞ്ഞോണ്ടിരിക്കുക. ചോദിച്ചു നോക്ക് ചേട്ടാ. അല്ലേ? അല്ല ചേട്ടാ, നമുക്ക് സംസാരിക്കാം. അല്ല, BA LLB. വെച്ചോ വെച്ചോ. ആഷ്ലി, എന്താ പ്രശ്നം? ഗുഡ് ഈവനിങ്. അന്ന് പറഞ്ഞ യൂട്യൂബർ ആ കോൺക്ലേവിനെങ്ങും വരൂല. അയ്യോ, അയാൾ കമ്മിറ്റ് ചെയ്തല്ലേ. ഇപ്പൊ എന്താ? പേഴ്സണൽ ഇഷ്യൂസ് ആണെന്നൊക്കെയാ പറയുന്നത്. സത്യം എന്താന്ന് ആർക്കറിയാം. ഓക്കെ, വിട്ടേക്ക്. നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഇതേ ഇയാള് പറ്റുമോ നോക്കിയേ. വിളിച്ചോക്ക്. യൂട്യൂബിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ആയിട്ടൊരു കേസ് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? എന്റെ പേടി. ഹലോ, അഡ്വക്കേറ്റ് എബി സാറാണോ? അതെ. ഇപ്പൊ ഫ്രീ ആണോ? അല്പനേരം സംസാരിക്കാമോ? അതെ, ഞാനിപ്പോ ഈ ഭൂമിയിലോട്ട് എത്തിയുള്ളൂ. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ഗ്ലോബൽ വിഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആണോ? ഞങ്ങൾ നടത്തുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് അറിയാനായിരുന്നു. അയ്യോ, എന്താ അറിയോ, ഞാൻ ഇങ്ങനത്തെ ഈ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാറില്ല, അതുകൊണ്ടാണ്. സോറി. CM പങ്കെടുക്കുന്ന നിമിഷ മാധവ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നേ. വൈകിട്ട് 8-നാണ് ഫംഗ്ഷൻ. വൈകിട്ട് 8:30 ന്യൂസ് വായിക്കണ ആ കൊച്ചിന്റെ പരിപാടിയാണോ? അതെ. അയ്യോ, നല്ല കൊച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ. ആ കൊച്ചി കുറച്ച് മെലിഞ്ഞായിരുന്നല്ലേ? മെലിഞ്ഞ്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കൊച്ചാണ്. എന്നും ആ കൊച്ചിനെ കാണാൻ വേണ്ടി ന്യൂസ് കാണുന്നത്. സാറപ്പോ വരുമല്ലോ അല്ലേ? ഞാൻ വരാം, എന്തായാലും വരാം. പ്രോമിസ് ആയിട്ട് ഞാൻ വരും. ഫ്രണ്ട്സിനെ കൊണ്ടുവരാവേ. വെന്യൂ എവിടെയെന്ന് അറിയിച്ചാ മതി. വെന്യൂ എവിടെയാന്ന് അറിയിക്കാം സാർ. എടാ നിമിഷ, പ്രോഗ്രാമിന് വിളിച്ചു നിന്നെ. നോ. പിന്നെ എന്നെ ഉണ്ടാക്കാൻ ആ കൂടി ഒരു ദിവസമുള്ളൂ. എന്തെങ്കിലും ചെയ്. ഓ
അയാളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഇതാ ആള്. കുഴപ്പമില്ല. അതെ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് ആദ്യം. ഈ സെഷനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നത് ധന്യമാക്കുന്നത് ഒരു മഹത് വ്യക്തിയാണ്. നിങ്ങൾ റെഡിയല്ലേ? CM വരാറായോ? 10 മിനിറ്റ് വരും. ഈശ്വര, അപ്പൊ നമ്മുടെ യൂട്യൂബറോ? യൂട്യൂബർ മറ്റേ മെലിഞ്ഞ പെൺകുട്ടികളെ മാത്രം നോക്കുന്ന യൂട്യൂബറാണ്. നിങ്ങൾ ഇതൊക്കെയാണല്ലോ ഇവിടെ പരിപാടി. എല്ലാത്തിനും ഇവിടെ ഞാൻ മാത്രം ഉണ്ടല്ലോ അല്ലേ? മുടിചൂടാ മന്നൻ. വേഗം വന്നേക്കണം കേട്ടോ. വരാം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ കേരള ജനതയെ ഏറെ ആർജവത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഭരണ പാടവവും നന്മയും കർമ്മവും നിറഞ്ഞ വ്യക്തിത്വം, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി. വെൽക്കം ടു ഗ്ലോബൽ വിഷൻ കോൺക്ലേവ് സർ. ആദ്യം തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തിരക്കിനിടയിലും സാർ എങ്ങനെയാണ് ഈ ഗ്ലാമർ കാത്തു സൂക്ഷിക്കുന്നത്? ദാ ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്റെ ഗ്ലാമറിന്റെ രഹസ്യം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്താണ് സാറിന്റെ ലക്ഷ്യം? ഓരോ പൗരന്റെയും സന്തോഷമാണ് ഒരു ഭരണകർത്താവെന്ന നിലയിൽ എന്റെ ലക്ഷ്യമായി ഞാൻ കാണുന്നു. സാർ, നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓ, എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി മാല വിനീത. സാർ, അടുത്ത ചോദ്യവും ഓഡിയൻസിൽ നിന്ന് തന്നെയാണ്. അഡ്വക്കേറ്റും യൂട്യൂബറുമായ ശ്രീ എബി മാത്യു. എബി മാത്യു, സർ മൈക്ക്. താങ്ക് യു. നമസ്കാരം സർ. നമസ്കാരം. എന്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. ഇത് ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചോളൂ. സർ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും വലുത് സ്വന്തം പാർട്ടിയാണോ രാജ്യമാണോ? രാജ്യം. അതിനപ്പുറത്തൊരു സ്ഥാനം ഒരു രാഷ്ട്രീയക്കാരനും തന്റെ പാർട്ടിക്ക് കൊടുക്കാറില്ല. സാറ് കൊടുക്കാറുണ്ടോ സ്വന്തം രാജ്യത്തെക്കാൾ കൂടുതൽ സ്ഥാനം സ്വന്തം പാർട്ടിക്ക്? 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അനിയ. ഒരു പ്രവൃത്തിയിലും ഒരു ചിന്തയിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സാർ, 4 ദിവസം മുമ്പ് സാറിന്റെ പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ ഇവിടെ ഒരു ഹർത്താൽ നടന്നു. സാറാണ് ആ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ പാർട്ടിക്ക് നഷ്ടം ഏകദേശം 85,000 രൂപയാണെങ്കിൽ ഒരു ദിവസം ഹർത്താൽ നടന്നതിന്റെ പേരിൽ കേരളത്തിന് നഷ്ടം ഏകദേശം 200 കോടി രൂപയാണ്. 85,000 രൂപയുടെ നഷ്ടത്തിന് പ്രതികാരം ചെയ്തപ്പോ കേരളത്തിന് നഷ്ടമായത് 200 കോടി രൂപയാണ് സർ. ഇനി പറയൂ സർ, സാറിന് കൂടുതൽ സ്നേഹം രാജ്യത്തിനോടാണോ സ്വന്തം പാർട്ടിയോടാണോ? ഈ രീതിയിലെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം പാർട്ടി ഫണ്ടുകൾ കൂടുന്നു എന്നല്ലാതെ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ഒരു കടം പോലും കുറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല സർ. ഇതൊക്കെ കാണുമ്പോൾ പണിയെടുക്കുന്ന ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഉള്ളിൽ തോന്നിപ്പോണ ചില ചോദ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ രാഷ്ട്രീയക്കാരനും വ്യക്തിപരമായി നൽകേണ്ടതാണ്. സർ, എനിവേ, ഇങ്ങനൊരു ചിന്തയ്ക്കും ഈ അവസരത്തിനും നന്ദി. എന്നാലും എന്റെ അബി, നീ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഉള്ള കാര്യമല്ലേ ചോദിച്ചു? ഒരു മുഖ്യമന്ത്രി. ഓ പിന്നെ എടാ, നിമിഷം വരുന്നുണ്ടാ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വരാം. നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ? സിൻസിയർ ആയിട്ടുള്ള ആള് ആവശ്യത്തോളം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കടാ. ഇനി അപ്രീഷിയേറ്റ് ചെയ്യാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഇവന്റെ ഒടുക്കത്തെ ചോദ്യം കാണാൻ അവിടെ പണി ഇപ്പൊ തന്നെ പോകണം. പ്രശ്നങ്ങളാണോ വരാൻ പോണെ? ആഷ്ലി പറഞ്ഞിട്ടില്ല അയാളെ വിളിച്ചത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി വരുന്നത് നിങ്ങൾ ഹായ്. സോറിടാ. ഹായ്. എന്നാ നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്? അടുത്ത ആഴ്ച ഉണ്ടാവും. ആണോ? പക്ഷെ ഇയാള് ചോദിച്ച ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതെന്താ? അപ്പൊ തന്നെ മോളിൽ നിന്ന് വിളി വന്നു, എല്ലാം എഡിറ്റ് ചെയ്ത് ഓ, കളയും. അതുകൊണ്ട് നിമിഷക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ.
എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കത് മതി. എന്തായാലും ഓഫീസിൽ നമ്പർ ഉണ്ട്, ഞാൻ ടെലികാസ്റ്റ് ഡേറ്റ് അറിയിക്കാം. നമ്പർ ഇപ്പൊ തന്നെ തരാം. ആഷ്ലിയുടെ ഇന്ന് മേടിച്ചോളാം. ആ എൻ്റെ ഉണ്ട്. ഒന്ന് കൊടുത്തേക്കണേ. പിന്നെ ഉറപ്പായിട്ടും. അതെ നല്ല പറഞ്ഞു. നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല ആങ്കറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക്സ്. താങ്ക് യു. അപ്പോ ശരി. ഫ്രണ്ട്സാ? ആ ഹായ്, കാണാം. കാണാം. ബൈ. ശരി. വാ വാ. ശരി അപ്പോ ബൈ. വല്ലാണ്ട് പനിക്കണ, കുറച്ചു പോയി കിടക്കട്ടെ. പോലെ വാ, നിമിഷയുടെ പ്രോഗ്രാം ഒന്നാണ്. നല്ല രസമുണ്ടല്ലേ? രസം, എനിക്കൊന്ന് രസം. അയ്യോ എബിക്കുട്ടാ, വിനു മക്കളെ, നിമിഷയുടെ പ്രോഗ്രാം ഉണ്ട്, വാ അത് കാണാം. പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്താണ്? ദിലീഷ് പോത്തന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാനേ നവാഗതരായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റിന്റെ സെൽഫി വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എടാ പൊട്ട, സെൽഫി വീഡിയോ സ്വന്തമായിട്ട് എടുക്കണ്ടാണ്, ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണം. ഞാൻ ചെയ്ത റിയലിസ്റ്റിക് ആവില്ല. നീ അല്ലെങ്കിലും ചെയ്താലും റിയലിസ്റ്റിക് ആവില്ല. നീ ഇത് പോയൊന്നു. എന്താടാ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ കുറച്ച് കിടക്കട്ടെ. നീ ഇത് കണ്ടേ? ഇരിടാ അവിടെ. ഒന്ന് കണ്ടാലിപ്പോ എന്താ? ആഹാ, നീ കൂടുതൽ തള്ളാണ്ടെങ്കിൽ തന്നെ. എനിക്കറിയാം എബിക്കുട്ടാ. നീ അങ്ങോട്ട് പോണത്? പോട്ടെ പോട്ടെ, ഞാൻ വരാം, ഫ്രെയിമെന്റ് വരാം. പിടിച്ചു. എന്തിനെങ്ങനെയൊക്കെ കണ്ടോ? ഇപ്പൊ രക്ഷപ്പെട്ടാലോ? ഉണ്ടായി എന്തെങ്കിലും ചെയ്യണം. നമസ്കാരം, ഞാൻ പോൾ വർഗീസ്, തിരക്കുള്ളൊരു അഭിഭാഷകനാണ്. ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് മരിച്ചു കിടക്കുന്ന ഭാര്യയെ നോക്കി പൊട്ടിക്കരയുന്ന ഒരു ഭർത്താവിന്റെ വികാര പ്രകടനങ്ങൾ. ഭാര്യ മരിച്ചാലും ഭർത്താവിന് എന്ത് വികാര? എനിക്കറിയാൻ പാടില്ല. എന്നെ വിട്ടേച്ച് പോയില്ലേടി നീ? പോയില്ലേ? അയ്യോ, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ഇവളെ. അയ്യോ കാണണ്ട, ഇട്ടേച്ച് പോയല്ലോ, പോയല്ലോ, എന്നെ ഇട്ടേച്ച് പോയല്ലോ നീ. എനിക്ക് സഹിക്കാൻ വയ്യേ, എനിക്ക് സഹിക്കാൻ വയ്യേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണണ്ട. ഇവിടെ പനിച്ച് തുള്ളി കയറിടക്കൂടെ കൊല്ലം നോക്കാം മനുഷ്യന്. അതെ, ഇമോഷൻ ആയോണ്ടായിരിക്കും ബോറടിച്ചത്. കോമഡിയുടെ ഒരു സാധനം ചെയ്ത് അടിപൊളിയായിരിക്കും. കോമഡിക്ക് വേറെ എടുക്കണ്ട, ഇത് അയച്ചു കൊടുത്താൽ മതി. കറക്റ്റാ. ഓൾറെഡി പനി, അതിന് ന്യൂമോണിയ ആക്കല്ലേ, കാല് പിടിക്കാം. വിനു നിനക്ക് വയ്യടാ? എടാ അതെ, ഈ മനുഷ്യന്മാരാകുമ്പോ കുറച്ച് കലാബോധം വേണോടാ, കലാബോധം. കൂട്ടുകാര് നിന്റെ ഒന്നും സഹായമില്ലാതെ സിനിമ നടനാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടാ. അസൂയ, ഞാനെങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ, അതാണ്. ബാറ്ററി ചാർജും തീർത്തു. എടാ നിനക്ക് പനിക്കണ്ടോ? നല്ല ചോറുണ്ടല്ലോ. ഇനി ഇത്രയും നേരം ഞാൻ എന്താ മൂലക്കുരാണെന്ന് പറഞ്ഞ് പനിക്കുന്നുണ്ടാ വയ്യ. വാ ഹോസ്പിറ്റലിൽ പോ. വേണ്ട, കുറച്ച് കിടന്നാ പറ്റില്ല. വന്നേ, ഇപ്പോഴത്തെ പനിക്ക് എന്താവുന്ന ഒരു പിടുത്തമില്ല. കിടന്നാ നടന്നാ എനിക്ക് വെച്ചോണ്ടിരുന്ന ഞങ്ങൾ കൂടി വന്നേ. ഹോസ്പിറ്റലൊക്കെ ഭയങ്കര തിരക്കായിരിക്കടാ. ഞാൻ കൂടെ തന്നെ ഇല്ലേ. സാറൊന്നിറങ്ങി പുറത്തോട്ടിരിക്കണേ. ഒന്ന് വാ തുറന്നേ. ഒന്നും വേണ്ട സിസ്റ്ററേ. തിന്നാനല്ലടോ, ഇതൊന്ന് വായി വെക്കാനാ. സെന്റിമീറ്റർ അല്ലേ? അല്ല, മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പോ? ഇതോ? ഒരു മിനിറ്റ്. നിമിഷ, ഇതെന്താ ഇത്? എബി, എന്തു പറ്റി നെറ്റിയില്? ഒരു ചെറിയൊരു ആക്സിഡന്റ്. ബസ്സാണോ ലോറിയാണോന്ന് അറിയില്ല. എന്റെ കാറിലേക്ക് വെളിച്ചം വന്നു, ഞാനങ്ങ് വെട്ടിച്ചു. ദൈവമേ, ഈ ഓക്കെ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. ഭാഗ്യം. നിങ്ങൾ കൂടെ വന്ന ആളാണോ? സ്റ്റിച്ച് ഇടണം, ഡ്രസ്സിംഗ് റൂമിലോട്ട് ഉണ്ടാകും. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യേ. എബി എന്താ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നാ. ഒരു മിനിറ്റ്, ഫുൾ നെയിം എന്താ? നിമിഷ മാധവ്. നല്ല ഫുൾ നെയിം. ഏജ്? 24. നല്ല ഏജ്. ബ്ലഡ് ഗ്രൂപ്പ് എന്താ? ബി പോസിറ്റീവ്. നല്ല ബ്ലഡ് ഗ്രൂപ്പ് അല്ല സാറേ? പെർമനന്റ് അഡ്രസ് എന്താ? ജുവൽ നഗർ, കവടിയാർ, ട്രിവാൻഡ്രം 26. കവടിയാർ, ട്രിവാൻഡ്രം 26. സാർ ഇവിടെ നിന്നാ മതിയേ. ഓ, ഹസ്ബൻഡ് നെയിം എന്താ? ഞാൻ മാരീഡ് അല്ല. പൊളിച്ച്. ഈ ലവറോ എൻഗേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും?
നിലവിലൊന്നുമില്ല. അതെ, ഇതൊക്കെ ഫോമിലുള്ള ചോദ്യങ്ങൾ തന്നെയാണോ? ഓ അതാ ഇവരെന്തൊക്കെയാ ചോദിച്ചേന്നാവോ? സാറിനൊരു ഇഞ്ചക്ഷന്റെ കുറവുണ്ട്. പൊന്നി. ശരി, അവിടെ ഇരിക്കും, കുറച്ച് സമയം എടുക്കും. ശരി. ദേ ഈ മരുന്നൊന്ന് വാങ്ങിട്ട് വരണേ. സിസ്റ്ററെ പുറത്താളുണ്ട്. പുറത്താരെയും കാണുന്നില്ല, ഇത് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ, നല്ല പനിയുണ്ട്. സിസ്റ്റർ ഒന്ന് മേടിച്ചിരോ? ഞാനോ? ദാ എവിടെയാ സിസ്റ്ററെ? ഫാർമസി എവിടെയാ? ഇവിടുന്ന് നേരെ പോകുമ്പോ കാർഡിയോളജി വാർഡ് കാണാം. അതിനോട് ചേർന്നൊരു റാമ്പുണ്ട്. ആ റാമ്പ് ഇറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങേ അറ്റം പോകുമ്പോ ഫാർമസി ഉണ്ട്. ഒരു ഓട്ടോ കിട്ടുമോ? ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം. വേണ്ട, ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കോളാം. സിസ്റ്ററെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ, കഴിഞ്ഞോ? ഡെലിവറിക്കൊന്നും അല്ലല്ലോ കൊണ്ടുവന്നേ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അപ്പൊ വിളിക്കാം. അഭ്യുദയകാംക്ഷയല്ല. ഇന്ന് ഹോസ്പിറ്റലാക്കിയിട്ട് എൻ്റെ അമ്മായിയുടെ കല്യാണത്തിന് പോയതാ. ആയിട്ടാ, കേശട്ടിയിലെ നേരെ പോയ പോരെ? ഇവര് ചപ്പട്ട പോയി കിടക്കുകയാണ്. നല്ലോണം വേർത്തല്ലടയാ, പനിയൊക്കെ വിട്ടല്ലേ? നിനക്ക് കുടുംബത്തിനൊക്കെ സുഖമല്ലേ? പുള്ളി എങ്ങനെയാ ഒറ്റക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും? ഇവന്റെ ഫ്രണ്ടാ. ഹായ്. ചൂട് ചായ കുടിച്ചു. എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലേ നല്ലതാ. താങ്ക്സ്. പനിക്കർ സാറിന്റെ ജൂനിയർ ആയിട്ടാണല്ലേ? ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യപ്പോ. ഫ്രണ്ടോ? പുള്ളി IPC 420 സ്പെഷ്യലിസ്റ്റാ, ചീറ്റിംഗ് കേസിന്റെ. എന്തു പറ്റിയതാ? ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി വന്നതാ. ഈ മങ്കിക്കപ്പം കിട്ടട്ടെ. എബി എന്നാ പോയിക്കോ. ഏയ് കുഴപ്പമില്ല, എനിക്ക് ഈ ശുശ്രൂഷയ്ക്ക് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില്ല. പിന്നെ ഇതൊക്കെ ഒരു പുണ്യല്ലേ? പുണ്യാണ്. ഈ മരുന്ന് എന്തെങ്കിലും മേടിക്കണോ? ഏയ്, ഫാർമസിന്ന് വാങ്ങിച്ചായിരുന്നു. ഇവനോട് പറഞ്ഞാൽ മതി, മെഡിസിൻ വാങ്ങിക്കാൻ ബെസ്റ്റാ. ആള് ഭയങ്കര ഫണ്ണിയാ, അതാ. പിന്നെന്താ? പിന്നെ എന്താണ് എന്റെ പൊന്നു മോളെ, ഇവന് നിന്നോട് മുടിഞ്ഞ പ്രേമാണ്. നിന്റെ പരിപാടി റിപ്പീറ്റ് അടിച്ച് കാണലാണ് എന്റെ ഏർപ്പാട്. എടാ കുരിശ്, എന്ത് പറയണ്ടത് തുറന്നങ്ങോട്ട് പറ. എനിക്ക് കുറച്ച് കിടക്കണം, തീരെ വൈകിട്ടാണ്. അവന്റെ ഒരു പിന്നെയും അവന് പനി നിലക്കടിച്ചിട്ട് ഒരു സത്യമൊക്കെ വിളിച്ച് പറയാ. ചായ പിടിച്ചോ? ഇതെടുക്കാൻ വന്നാ അല്ല, ഞാൻ പിന്നെയും വരേണ്ടി വരും. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ബൈ. സർ ബസ് ഓണർ എത്തിയല്ലോ. CM ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒക്കെ അകത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി സാർ, പേടിക്കണ്ട, നമുക്ക് നോക്കാം. ആദ്യം പുള്ളി ഒന്ന് വിളിക്കാം. സാർ, 4-5 മാസമായിട്ട് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. എത്ര നാളെന്ന് വെച്ചാൽ സാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അല്ല രാകേഷേ, ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഇതും വിൽക്കാമെന്നേ. പിന്നെ പ്രൈവറ്റൈസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മെച്ചമാണ് സാർ. പിന്നെ ഇവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് എത്രയാന്ന് പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്യും. KSRTC പരമാവധി നഷ്ടത്തിൽ പോകണം, എങ്കിലേ കോടതിയും ജനങ്ങളും വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വെക്കില്ലേ? കോടതി എന്താ പറയുന്നത് നോക്കട്ടെ.
നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യാം. എന്നാ പിന്നെ ശരി സാർ. ആ ശരി സാർ. രാകേഷേ, ഈ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടി നമുക്ക് ഈ റിസ്ക് എടുക്കണോ? സാർ, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വണ്ടി മാത്രമല്ലല്ലോ. പിന്നെ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ KSRTC സ്ഥലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും. അത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ആ സ്ഥലം കൂടി പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴി വരാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടികളാണ്, കോടികൾ. അങ്ങനെയാണെങ്കിൽ എന്നെ ആലോചിക്കാനല്ല സേമേ. നമസ്കാരം. നമസ്കാരം സർ. KSRTC ഓഫീസിൽ നമ്മുടെ യൂണിയൻകാരുവാ. നിങ്ങൾ ഓഫീസിലോട്ടിരുന്നോ? ഒരു 5 മിനിറ്റ് ഞാൻ പോരാം. വാ, ചെറിയൊരു കോളുണ്ട്. സാബു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? നിങ്ങളെല്ലാരും മാക്സിമം ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. എങ്ങനായാലും KSRTC നഷ്ടത്തിൽ പോയേ പറ്റൂ. കാര്യം ഒരു കോളുണ്ട്. ഹലോ, MLA രാകേഷാ? ഒന്ന് ചെയ്തു കൊടുത്തേര്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാ. ശരി. ആരാടോ? ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ഒക്കെ കിട്ടുന്ന കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഈ സമയത്ത് മേടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ മേടിച്ചെടുക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും അത് ഗുണമാവും. കുറച്ച് ആത്മാർത്ഥക്കാരുണ്ട്, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നമുക്കത് മാക്സിമം വെട്ടിക്കുറച്ചാൽ മതി, നഷ്ടത്തിലായിക്കോളും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. സാബുനെ വിളിച്ചാൽ മതി, സാബു കോർഡിനേറ്റ് ചെയ്തോളൂ. എന്നാ ശരി. ശരി. സന്തോഷം സാറേ. നമ്മൾ എന്തായാലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുത്തേ പറ്റും. സാബു, ഒരു കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമോ എന്ന് ടെൻഷൻ അടിച്ച് അധികാരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാം, മാക്സിമം കൈയിട്ട് വരാം. അതുകൊണ്ട് ഈ ടൈമിൽ ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാം. വീരൻ തന്നെ. ഗുഡ് മോർണിംഗ്. ഓയ് 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 താരാടാ. അല്ല, നീ വായിച്ചോ? വിനു എങ്ങാൻ അതേ തൊട്ട മാസാമാസം കാശ് തരാത്തൊരു പത്രം വായിക്കണ്ട. എനിക്ക് പത്രം വായിക്കണേ നിർബന്ധമില്ലടാ. മിടുക്കൻ, നീ ആടാ അഡ്വക്കേറ്റ് ആവാൻ പറ്റിയ ആള്. അത് വലിയ നിർബന്ധമില്ല. എടാ, KSRTC കേസിന്റെ എപ്പോഴും ഒരാളൊരു പാവൂലേ, പേരെന്താ? സെബാസ്റ്റ്യൻ. കറക്റ്റ് ആടാ. അല്ല, ആളോടാ അഗസ്റ്റിൻ. എന്താടാ? നമ്മുടെ സമരം 58 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് സങ്കടകരമായ ഒരവസ്ഥ. നമ്മുടെ സഹോദരങ്ങളായ 12 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. നമ്മുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം.